സത്യത്തിൽ ഞാൻ കരഞ്ഞിട്ടില്ല. ഔട്ടായ സമയത്ത് സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ വെളിച്ചം കണ്ണിലടിച്ചു. അതോടെ എനിക്ക് കണ്ണ് തിരുമേണ്ടി വന്നു. ഇത് കണ്ടവർ ഞാൻ കരഞ്ഞതാണെന്ന് കരുതി. ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ കരയുകയായിരുന്നില്ല. IPLലിലെ അരങ്ങേറ്റ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ മത്സരത്തിൽ പുറത്തായപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഗ്രൗണ്ട് വിട്ടതെന്ന പ്രചാരണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു 14-കാരനായ വൈഭവ് സൂര്യവംശി. പഞ്ചാബിൻ്റെ യുവതാരം മുഷീർ ഖാനുമായി സംസാരിക്കുന്നതിനിടെയാണ് ഈ IPL സീസണിലെ സെൻസേഷനായ സൂര്യവംശി ഇക്കാര്യം പറഞ്ഞത്. രാജസ്ഥാൻ റോയൽസ് അവരുടെ പേജിൽ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. പരിക്കേറ്റ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് പരിക്കേറ്റതോടെ പകരക്കാരനായാണ് വൈഭവിനെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ആയിരുന്നു അരങ്ങേറ്റത്തിലെ ആദ്യ പന്തിൽ തന്നെ ലക്നൗ താരം ഷാർദുൽ താക്കൂറിനെതിരെ തകർപ്പൻ സിക്സറുമായി വൈഭവ് വരവ് അറിയിച്ചു. ഈ സിക്സിലൂടെ തൻ്റെ രാജ്യവുമായി വരവ് അറിയിച്ചു തുടങ്ങിയ വൈഭവ് ടീം ഇന്ത്യയുടെ ഭാവി സൂപ്പർ താരമാണ്. അതിനുള്ള വെടിമരുന്ന് ഈ IPL സീസണിൽ ഈ 14-കാരൻ കത്തിച്ചു കഴിഞ്ഞു. ലോകോത്തര സ്പിന്നറും ഗുജറാത്ത് ടൈറ്റൻസ് താരവുമായ റാഷിദ് ഖാനെ സിക്സർ പറത്തി തൻ്റെ ആദ്യ IPL സെഞ്ചുറി കുറിച്ച സൂര്യവംശി പുതിയ ഒരു അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ റാഷിദ് ഖാൻ്റെ നാട്ടുകാരനും ചെന്നൈ സൂപ്പർ കിങ്സ് സ്പിന്നർ നൂർ അഹമ്മദ് എറിഞ്ഞ 12-ാം ഓവറിൽ പന്ത് വേലിക്കെട്ടിന് മുകളിലൂടെ പറത്തുമ്പോൾ 27 പന്തിൽ നിന്ന് ഈ സ്കൂൾ ബോയ് അർദ്ധ സെഞ്ചുറി കുറിച്ചു കഴിഞ്ഞു. ചെന്നൈ രാജസ്ഥാൻ മത്സരത്തിൽ കണ്ടത് ഇതുവരെ ആരാധകർ കാണാതിരുന്ന സൂര്യവംശിയാണ്. ആദ്യ ഓവർ മുതൽ ജയ്സ്വാൾ തകർത്താടുമ്പോൾ മറുവശത്ത് സംയമനത്തോടെ തൻ്റെ ഊഴത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ പയ്യൻ. ചെന്നൈ ഉയർത്തിയ 188 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്ത്യ രാജസ്ഥാന് മികച്ച തുടക്കമാണ് ജയ്സ്വാൾ നൽകിയത്. പവർ പ്ലേയിൽ ജയ്സ്വാൾ തകർത്തടിക്കുമ്പോൾ വൈഭവ് നേരിട്ടത് വെറും 7 പന്തുകൾ മാത്രമായിരുന്നു. പവർ പ്ലേയിലെ അവസാന ഓവറിലെ അവസാന പന്തിലാണ് വൈഭവ് ആദ്യ ബൗണ്ടറി നേടുന്നത്. 19 പന്തിൽ 36 റൺസുമായി ജയ്സ്വാൾ കൂടാരം കയറിയതോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ക്രീസിലെത്തി. വെടിക്കെട്ട് ബാറ്റിംഗ് കാര്യത്തിൽ പേരുകേട്ട 2 താരങ്ങൾ ക്രീസിൽ. സഞ്ജുവും വൈഭവും 2-ാം വിക്കറ്റിൽ പതിയാണ് തുടങ്ങിയത്. ബൗളർമാരെ ശ്രദ്ധയോടെ നേരിട്ട ഇരുവരും ചേർന്ന് 6 ഓവറിൽ സ്കോർ 50 കടത്തി. അതുവരെ കാണാത്ത സൂര്യവംശിയെ ആരാധകർ അവിടെ കണ്ടു. അരങ്ങേറ്റത്തിലെ ആവേശമോ വൻ ഷോട്ടുകൾക്കുള്ള ശ്രമമോ കണ്ടില്ല. പക്വതയോടെയുള്ള ബാറ്റിംഗാണ് ഇവിടെ കണ്ടത്. എന്നാൽ മോശം പന്തുകൾ അതിർത്തി കടന്നുകൊണ്ടിരുന്നു. രവീന്ദ്ര ജഡേജ ഉൾപ്പെടെയുള്ളവരെ സിക്സറിന് തൂക്കുകയും ചെയ്തു. സൂര്യവംശിയുടെ ഈ പക്വതയുള്ള ഇന്നിങ്സിന് ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഒരു കയ്യടി നൽകാം. ചെന്നൈ നിരയിലെ ഏറ്റവും അപകടകാരിയായ ബോളർ നൂർ അഹമ്മദിനെതിരായ ഓവറിൽ സഞ്ജു സൂര്യവംശിക്ക് കൃത്യമായ ഉപദേശം നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ നൂറിനെ കടന്നാക്രമിക്കുന്നതിൽ സൂര്യവംശി ഒട്ടും മടി കാണിച്ചുമില്ല. 8-ാം ഓവർ എറിഞ്ഞ നൂർ അഹമ്മദിനെതിരെ ഒരു സിക്സും 2 ബൗണ്ടറി നേടി തൻ്റെ പവർ ഹിറ്റ് വ്യക്തമാക്കുകയും ചെയ്തു. ജഡേജ എറിഞ്ഞ 11-ാം ഓവറിൽ ജഡേജയെ 2 തവണ സിക്സറിന് പറത്തുകയും ചെയ്തു. 12-ാം ഓവറിൽ നൂർ അഹമ്മദിനെ സിക്സറിന് പറത്തി 27 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചു. പലപ്പോഴും സഞ്ജുവിനെ കാഴ്ചക്കാരൻ്റെ റോളിലാക്കി ഇന്നിങ്സ് മുന്നോട്ട് നയിക്കാൻ സൂര്യവംശിക്കായി. 98 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. 27 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച വൈഭവ് ആയിരുന്നു കൂടുതൽ അപകടകാരി. ഈ IPL സീസണിൽ വെറും 7 ഇന്നിങ്സുകളിൽ നിന്നായി 36 ശരാശരിയിലും 206.56 സ്ട്രൈക്ക് റേറ്റിലും 252 റൺസ് നേടിയ സൂര്യവംശി അടുത്ത സീസൺ IPLലെ ഏറ്റവും ശ്രദ്ധേയമായ താരമാകുന്ന കാര്യത്തിൽ സംശയമില്ല. മത്സരശേഷം മുന്നിലെത്തിയ ചെന്നൈ നായകൻ ധോണിക്ക് ഷെയ്ക്ക് ഹാൻഡ് നൽകാതെ കാൽ തൊട്ട് വന്ദിച്ച സൂര്യവംശിയുടെ ദൃശ്യങ്ങൾ ക്യാമറ ഒപ്പിയെടുത്തു. സൂര്യവംശിയുടെ പ്രവൃത്തി ഞെട്ടിച്ചെങ്കിലും ക്രിക്കറ്റ് ലോകം പ്രതീക്ഷയോടെ കാണുന്ന 14-കാരനെ തോളിൽ തട്ടി അഭിനന്ദിക്കാൻ ധോണി മറന്നുമില്ല.